മോദിയുടെ ആരോപണങ്ങളൊന്നും അവസാനിക്കുന്നില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കിട്ടിയ അവസരം മുതലാക്കുകയാണ് ഓരോ വേദിയിലും നരേന്ദ്രമോദി. ഇപ്പോഴിതാ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കായിക താരങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് മുൻഗണന ലഭിക്കുമെന്നും ക്രിക്കറ്റ് ടീം തെരഞ്ഞെടുപ്പ് മതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും ആരോപിക്കുകയാണ് നരേന്ദ്രമോദി. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കപട മതനിരപേക്ഷത വിജയിക്കാൻ അനുവദിക്കില്ല. കശ്മീരിന്റെ പ്രത്യേക പദവി തിരിച്ചു നൽകുന്നത് തടയാനും രാമക്ഷേത്രത്തിന് ബാബറി പൂട്ടുവീഴാതിരിക്കാനുമാണ് 400 സീറ്റ് ആവശ്യപ്പെടുന്നത്. താൻ മുസ്ലിങ്ങൾക്കോ ഇസ്ലാമിനോ എതിരല്ല. ഭരണഘടന എഴുതിയുണ്ടാക്കിയതിൽ അംബേദ്കറിന് കാര്യമായ പങ്കില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞതായും മോദി ആരോപിച്ചു. അതേസമയം കോൺഗ്രസിന്റെ വർണ്ണവെറി രാജ്യം പൊറുക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചിരുന്നു. ഭാരതത്തിലെ ജനങ്ങളെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. അമേരിക്കൻ അങ്കിൾ ഇന്നാട്ടിലെ ജനങ്ങളെ അപമാനിച്ചതിനെ കുറിച്ച് കോൺഗ്രസ് ഷഹ്സാദ മറുപടി പറയണമെന്നും മോദി ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസുകാർ ജനങ്ങളെ ഏറെ ആദരിക്കുന്ന വനവാസി കുടുംബത്തിൽ പിറന്ന ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് പരാജയപ്പെടുത്താൻ കിണഞ്ഞു പരിശ്രമിച്ചതെന്ന് ഞാൻ ഏറെ ചിന്തിച്ചിരുന്നു. ഇന്ന് എനിക്കതിന്റെ ഉത്തരം കിട്ടി. അമേരിക്കയിൽ കോൺഗ്രസുകാർക്ക് ഒരു അങ്കിളുണ്ട്. അദ്ദേഹമാണ് ഷഹ്സാദയ്ക്ക് തത്വങ്ങൾ ഉപദേശിക്കുന്നയാൾ. ക്രിക്കറ്റിലെ തേർഡ് അമ്പയറിനെ പോലെയാണ് അയാൾ. ഷഹ്സാദ അയാളിൽ നിന്നാണ് ഉപദേശങ്ങൾ തേടുന്നത്. ഈ ഫിലോസഫിക്കൽ അങ്കിൾ പറയുന്നു കറുത്ത നിറമുള്ളവർ ആഫ്രിക്കയിൽ നിന്നുള്ളവരാണെന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? അവർ രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് നിറം ഒരു പ്രശ്നമല്ല. ശ്യാമവർണ്ണനായ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നവരാണ് ഭാരതീയർ. കോൺഗ്രസ് വഞ്ചകരുടെ പാർട്ടിയാണ്, രാജ്യദ്രോഹികളുടെ പാർട്ടിയാണ്. അവർക്ക് ഇന്നാട്ടിലെ ജനങ്ങളോട് ബഹുമാനമില്ല. തെലങ്കാനയിൽ കർഷകരുടെ കടം എഴുതിത്തള്ളുമെന്ന് പറഞ്ഞാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. എന്നാൽ പിന്നീട് ഇന്നേ വരെ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വാഗ്ദാനങ്ങളെല്ലാം ത്രിശങ്കുവിലാണ്. അവർ ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യും. അതോടൊപ്പം സനാതന ധർമ്മത്തെ നശിപ്പിക്കുമെന്ന് പ്രസംഗിക്കുകയും ചെയ്യും. 10 വർഷം മുൻപ് കോൺഗ്രസ് ഈ രാജ്യത്തോട് ചെയ്ത പാപങ്ങൾ ജനങ്ങൾ മറന്നിട്ടില്ല. ഓരോ മാസവും ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് അക്കാലത്ത് പുറത്തു വന്നത്. അവർ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഇന്ന് നിങ്ങളുടെ മുന്നിൽ വികസിത ഭാരതം എന്ന സ്വപ്നം BJP വയ്ക്കുന്നു. 3 ഘട്ടം പോളിംഗ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. NDAയുടെ വിജയരഥം അതിവേഗം കുതിക്കുകയാണ്. കോൺഗ്രസ് സ്വന്തം സീറ്റുകൾ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കി കണ്ടെത്തേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി കോൺഗ്രസിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. കോൺഗ്രസിനെ കുറിച്ച് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന മോദിയെ തളയ്ക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ പല മാർഗങ്ങളും തിരയുകയാണ്. ദക്ഷിണേന്ത്യ പിടിക്കാനുള്ള മോദിയുടെ അടങ്ങാത്ത അത്യാഗ്രഹമാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചതെന്ന് നിസ്സംശയം പറയാം. ഏതായാലും നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കളുടെ വർഗീയ വിദ്വേഷ പ്രചരണത്തിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയും ഉന്നയിക്കും. അതേസമയം പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നോട്ടീസിന് കോൺഗ്രസ് മറുപടി നൽകി. കമ്മീഷന്റെ നോട്ടീസിന്മേൽ BJP വീണ്ടും സമയം തേടിയെന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവർ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ ഏപ്രിൽ 25-നാണ് BJPക്കും കോൺഗ്രസിനും കമ്മീഷൻ നോട്ടീസ് അയച്ചത്.